ഹലോ നമസ്കാരം. ജാങ്കോ ഉപയോഗിച്ച് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് എങ്ങനെ നമുക്ക് ഇതിൽ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യാം എന്നും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാമെന്നും അതേപോലെ തന്നെ നമുക്കിതിലേക്ക് ക്രിസ്പി ഫോം അതായത് ബൂസ്ട്രാപ്പൊക്കെ ഓട്ടോമാറ്റിക് ആഡ് ചെയ്യുന്നത് എങ്ങനെ, അതിന് ക്രിസ്പി ഫോം എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് ജസ്റ്റ് ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബ്ലോഗിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ആ ഫോമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ വന്ന് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അത് നമുക്ക് വേണ്ട രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള കണ്ടൻറ്റുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, നമുക്കിവിടെ വന്ന് വ്യൂ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് എന്നുള്ള പേരിലൊരു ഫംഗ്ഷൻ, ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് ചേർത്തു. റിക്വസ്റ്റ്, അതിനുശേഷം ഒരു കോളൻ ഇട്ടു. അതിനുശേഷം റിട്ടേൺ റെൻഡർ, അതിനുശേഷം ഇവിടെ വന്ന് റിക്വസ്റ്റ്, ഓക്കെ, കോമ. അതിനുശേഷം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമുക്ക് പേജിലേക്ക് പോകേണ്ടത് post.html ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു URL കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് URLസിൽ പോയി ഇവിടെ ഒരു കോമ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് പാത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്ക് ഏത് പേജിലേക്കാണോ പോകേണ്ട ആ പേജിൻ്റെ പേര് ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് വ്യൂസ് ഡോട്ട്, ആ വ്യൂവിൻ്റെ പേരെന്താണോ അത് ചേർത്തു. ഇതിന് നമുക്ക് നെയിം എന്നുള്ളത് എന്ത് ചെയ്യാം, പോസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്തു. ഇത് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, റൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ പോസ്റ്റ് എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നില്ല, കാരണം നമ്മൾ പോസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ ഹോം പേജിലുള്ള ഈ മെനുവും അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മൾ അടുത്തതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ പോസ്റ്റ് എന്നുള്ള പേജിലും കൂടി നമുക്കത് റിപ്പീറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ആ എക്സ്റ്റെൻഡിനെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു എക്സ്റ്റെൻഡ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഒരു തീം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തീം .html എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഈ തീമിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് എന്നുള്ള പേജിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഈ തീമിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ ലോഡ് സ്റ്റാറ്റിക് മുതൽ ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കാം. ഇങ്ങോട്ട് താഴോട്ട് ഇതൊക്കെ ആ മെനു എന്നുള്ള ഭാഗമാണ്. അതൊക്കെ നമ്മളിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഹെഡർ എന്നുള്ളതിന് ശേഷം നമുക്ക് ഈ മെയിൻ എന്നുള്ള ഭാഗം വരെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തെടുക്കാം. ഈ 70ാമത്തെ ലൈന്, അതായത് ഈ മെയിൻ എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ തീമിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, അത് പോസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് ഒരു കോളൻ ഇട്ടു. അതിനുശേഷം ഇവിടെ വന്ന് ബ്ലോക്ക്, അതിനുശേഷം നമ്മളിവിടെ വന്ന് കണ്ടൻറ്റ് എന്ന് ചേർത്തു. അതിനുശേഷം ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൻ്റെ ഇടയിലാണ് ആ ബ്ലോക്ക് കണ്ടൻറ്റ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, എൻഡ് ബ്ലോക്ക് എന്ന് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് അതേ രൂപത്തിൽ തന്നെ ഇവിടെ കൊടുത്ത അതേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ബ്ലോക്ക് കണ്ടൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ വരിക. അപ്പോൾ നമുക്കത് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ പേജിൻ്റെ ഏറ്റവും താഴെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് താഴെ ഭാഗത്തേക്ക് പോയി നമ്മളിവിടുന്ന് മെയിൻ മുതലാണ് കോപ്പി ചെയ്തെടുക്കുന്നത്. ഫൂട്ടർ വരുന്നുണ്ട്.
ഓക്കെ, മെയിൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫൂട്ടർ അടക്കം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫൂട്ടർ മെയിൻ അടക്കം ഞാനിവിടുന്ന് ഈ ഫൂട്ടർ മുതൽ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ മുഴുവനായിട്ടും ഞാനിവിടുന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അത് ഞാൻ തീമിൻ്റെ താഴെയായിട്ട് ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് തീമിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഇൻഡെക്സിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് സ്റ്റാറ്റിക്. അത് എല്ലാ സമയവും നമുക്ക് എല്ലാ പേജിലും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഭാഗം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ $സൈൻ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് എക്സ്റ്റെൻസ് എന്ന് ചേർത്തു. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഏത് പേജാണോ നമുക്കിതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആ പേജിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, HTML. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ലോഡ് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ലോഡ് കണ്ടൻറ്റ്, ആ എക്സ്റ്റെൻഡിൽ കൊടുത്ത ആ ലോഡ് കണ്ടൻറ്റ് എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുത്തു. ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതേപോലെ ഏറ്റവും താഴെയായിട്ട് ഈ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ആ എൻഡ് ബ്ലോക്ക് എന്നുള്ളതും കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, എൻഡ് ബ്ലോക്ക് എന്നും ചേർത്ത് കൊടുത്തു. ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ ഹോമിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് വരികയാണ്. കണ്ടൻറ്റിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കതെന്താണെന്നൊന്നു കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വന്ന് എക്സ്റ്റെൻഡ്, ഓക്കെ, ലോഡ് കണ്ടൻറ്റ്, ഓക്കെ. തീമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്കിവിടെ നോക്കാം, ബ്ലോക്ക് കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ലോഡ് കണ്ടൻറ്റിന് പകരം നമുക്കിവിടെ വന്ന് ലോഡല്ല ബ്ലോക്കാണ്, എനിക്ക് തെറ്റിയതാണ്. ഇവിടെ വന്ന് ഞാൻ ബ്ലോക്ക് കണ്ടൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നൊന്നുകൂടി റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് പേജിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്ക് ഇതേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ മുകളിൽ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്കൊന്ന് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് എൻഡ് ബ്ലോക്ക് എന്നും കൂടി ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് എൻഡ് ബ്ലോക്ക് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമ്മൾ ആ പേജിൽ ഇപ്പോൾ ഇവിടെ വന്ന ആ പോസ്റ്റ് എന്നുള്ള പേജിൽ ഈ ഹെഡറും അതേപോലെ തന്നെ ഫൂട്ടറും ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് വരും. ആ ഹെഡറും അതേപോലെ തന്നെ ആ ഫൂട്ടറും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ആ സെർച്ച് പേജും കൂടി എല്ലാ പേജിലും വരാൻ വേണ്ടിയിട്ട് ഈ സെർച്ച് എന്നുള്ളത്, ഇപ്പോൾ ഇവിടെ നമുക്ക് ആ സെർച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഇൻഡെക്സ് പേജിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ഞാനിവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതും ഈ തീം, അതായത് നമ്മൾ ആ മെയിൻ തീം എന്നുള്ള പേജിലേക്ക് ഞാൻ ആ ഇൻഡെക്സ് പേജ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് കണ്ടൻറ്റ് ഡോക്യുമെൻ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്കതിൻ്റെ മുകളിൽ ആ ഇൻഡെക്സ് എന്നുള്ള പേജ് കൂടി കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത നമുക്കിതിൽ എക്സ്റ്റെൻഡ് ഏതാണ്ട് റെവലായിട്ടുണ്ട്. ഈ എക്സ്റ്റെൻഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ വന്ന് ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്സിൻ്റെ ഉള്ളിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫോംസ് എന്നുള്ള പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നു. അതിനുശേഷം ഞാനിവിടെ വന്ന് ആ ഫയലിൻ്റെ പേര് forms.py എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഇവിടെ വന്ന് ഫ്രം അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ, അതിനുശേഷം ഇമ്പോർട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫോംസ്, അതായത് ജാങ്കോ എന്നുള്ള പാക്കേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഫോം ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത ആ മോഡൽ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം, ഇമ്പോർട്ട്. അതിനുശേഷം ആ മോഡലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് മേക്ക് പോസ്റ്റ് എന്നുള്ള പേരിലാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മേക്ക് പോസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, പാരാമീറ്ററായിട്ട് forms.model ഫോം, മോഡലിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽ ഫോം എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഗെയിൻ ഒരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ്, അതിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് മെറ്റ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, മോഡൽ ഈക്വൽ ടു ഏതാണോ നമ്മൾ ആ മോഡലിൻ്റെ പേര് അതിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളെ മോഡലിൻ്റെ പേര് എന്ന് പറയുന്നത് പോസ്റ്റാണ്. ആ മോഡലിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫീൽഡ്സ് എന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ $_ തുടക്കത്തിലും അതേപോലെ തന്നെ അവസാനത്തിലും ചേർത്ത് കൊടുത്ത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഫോം ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോമിനെ നമുക്ക് എന്ത് ചെയ്യണം,
വ്യൂയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്കിവിടെ വന്ന് വ്യൂ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം ഡോട്ട് ഫോംസ് ഇമ്പോർട്ട്, അതിനുശേഷം നമ്മൾ ആ മേക്ക് പോസ്റ്റ് എന്നുള്ളത് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഈ ഫോമിനെ നമുക്ക് എന്ത് ചെയ്യണം, ആ പോസ്റ്റിലേക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഫോം, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഫോം. അതിനുശേഷം നമ്മൾ ആ മേക്ക് പോസ്റ്റ് എന്നുള്ള ക്ലാസ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത, ഇവിടെ ഇമ്പോർട്ട് ചെയ്ത ആ ക്ലാസ്സിനെ നമ്മൾ ഇവിടേക്ക് യൂസ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ഡിക്ഷണറിൻ്റെ ഉള്ളിലായിട്ട് ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഫോം, അതിനുശേഷം ഒരു കോളൻ ഇടുക, എന്നിട്ട് ഇവിടെ കൊടുത്ത അതേ പേര് നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ഫോം. ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡബിൾ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ആ ഫോം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമ്മൾ ആ കൊടുത്ത ഫോംസുകളൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് ആ ഫോം എന്താണോ അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൂസ്ട്രാപ്പ് കൂടി ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൂസ്ട്രാപ്പ് എന്നുള്ള സൈറ്റിൽ എങ്ങനെയാണോ കോഡ് ഉപയോഗിച്ചിരുന്നത് അതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പക്ഷേ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പുതിയൊരു കൺസെപ്റ്റാണ്. നമുക്ക് ക്രിസ്പി ഫോം എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമുക്ക് ഫോമിലേക്ക് ബൂസ്ട്രാപ്പ് വളരെ പെട്ടെന്ന് ആഡ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്രിസ്പി ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പാക്കേജുകളൊക്കെ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ടെർമിനലിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യുക പിപ്പ് ഇൻസ്റ്റാൾ. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ ഒരു ഐഫോൺ ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിസ്പി എന്ന് ചേർത്ത് കൊടുക്കുക, ക്രിസ്പി. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഒരു ഐഫോൺ ഇടുക, എന്നിട്ട് ഫോംസ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. ഈ പാക്കേജ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, പിപ്പ് ഇൻസ്റ്റാൾ. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്ന് പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ ക്രിസ്പി ഫോംസ് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ബൂസ്ട്രാപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എഗെയിൻ വീണ്ടും ടൈപ്പ് ചെയ്യുക പിപ്പ് ഇൻസ്റ്റാൾ. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിസ്പി. അതിനുശേഷം ഒരു ഐഫോൺ ഇടുക, എന്നിട്ട് ബൂട്ട്സ്ട്രാപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. ബൂട്ട്സ്ട്രാപ്പ് 5 ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ബൂട്ട്സ്ട്രാപ്പ് 5 എന്ന് ചേർത്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ അതും എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വെർച്വൽ എൻവയോൺമെൻറ്റിൽ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് പേജിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. നമ്മളെ ഫയലിൻ്റെ ഉള്ളിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾഡ് ആപ്പിൻ്റെ ഉള്ളിൽ 2 കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇൻസ്റ്റാൾ ആപ്പിൽ ഓൾറെഡി കൊടുത്തതിൻ്റെ താഴെ ലാസ്റ്റത്തിന് ഒരു കോമ ഇട്ടതിന് ശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രിസ്പി. അതിനുശേഷം അണ്ടർസ്കോർ ഫോംസ് എന്ന് ചേർത്ത് കൊടുക്കുക, ഫോംസ്. അതിനുശേഷം വീണ്ടും ഒരു കോമ ഇടുക. അതിനുശേഷം ഇതിൻ്റെ താഴെ ക്രിസ്പി. അതിനുശേഷം അണ്ടർസ്കോർ ബൂട്ട്സ്ട്രാപ്പ് എന്ന് കൂടി ചേർത്ത് കൊടുക്കുക, ബൂട്ട്സ്ട്രാപ്പ്. ഒപ്പം എന്ത് ചെയ്യുക, 5. ബൂട്ട്സ്ട്രാപ്പ് 5 ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് 5 ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട്, നമ്മൾ ഈ കൊടുത്തതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം വലിയ അക്ഷരത്തിലായിട്ട് ക്രിസ്പി. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു അണ്ടർസ്കോർ ഇടുക, എന്നിട്ട് അളവ് അതിനുശേഷം അണ്ടർസ്കോർ ഇടുക, എന്നിട്ട് ടെംപ്ലേറ്റ്, എന്നിട്ട് ഇവിടെ വന്ന് അണ്ടർസ്കോർ ഇടുക, എന്നിട്ട് ഇവിടെ വന്ന് പാക്സ് എന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഈക്വൽ ടു ഇട്ടതിന് ശേഷം സിംഗിളിലോ അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് 5 എന്ന് ചേർത്ത് കൊടുക്കുക, ബൂട്ട്സ്ട്രാപ്പ് 5. ഈ 5 കൊടുക്കാനും മറക്കരുത്. അതിനുശേഷം ഇതിൻ്റെ താഴെ വീണ്ടും എന്ത് ചെയ്യുക, ഒരു ലൈൻസും കൂടി ആഡ് ചെയ്യണം. എഗെയിൻ ക്രിസ്പി എന്ന് എഴുതുക, വലിയ അക്ഷരത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം, ക്രിസ്പി അണ്ടർസ്കോർ. അതിനുശേഷം എന്ത് ചെയ്യുക, ടെംപ്ലേറ്റ് അണ്ടർസ്കോർ പാക്ക്. ഓക്കെ, പാക്സ് എന്ന് വേണ്ട, പാക്ക് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈക്വൽ ടു എഗെയിൻ ബൂട്ട്സ്ട്രാപ്പ് എന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ സ്മോൾ ലെറ്ററിലായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബൂട്ട്സ്ട്രാപ്പ് എന്ന് ചേർത്തു. അതിൻ്റെ കൂടെയും 5 എന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്ന് എൻ്റർ അടിച്ച് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ആയിട്ട് സ്റ്റാറ്റിക് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ലോഡ്, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്രിസ്പി, അതിനുശേഷം അണ്ടർസ്കോർ ഫോംസ് അണ്ടർസ്കോർ ടാക്സ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഈ പെർസെൻറ്റേജ് ഇട്ടതിന് ശേഷം കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ കൊടുത്ത നമ്മൾ ഈ ഫോമിൻ്റെ കൂടെ ജസ്റ്റ് ഒരു പൈപ്പ് സിമ്പൽ ഇടുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രിസ്പി എന്ന് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ക്രിസ്പി എന്നുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ക്രിസ്പി എന്നുകൂടി ചേർത്ത് കൊടുക്കുക. ക്രിസ്പി എന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിപ്പോൾ ക്ലോസ് ആയതാണ്. അപ്പോൾ എഗെയിൻ ഒന്നുകൂടി ഇതെന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഫോം ബൂട്ട്സ്ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഇവിടെ ഉണ്ട്, ടൈറ്റിൽ കൊടുക്കാനുള്ള ഭാഗമുണ്ട്, അതേപോലെ കണ്ടൻറ്റ് എന്നുള്ള ഭാഗം ഇവിടെ ഉണ്ട്, ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഭാഗവും നമുക്കിവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.